ഗൈസ്, വെൽക്കം ടു ഹെലൻ റിയാക്ട്സ്. ഇപ്പോൾ കുറേ നാളായല്ലോ കണ്ടിട്ട്, ഒരുപാട് റിവ്യൂസ് കണ്ട്, ഒരുപാട് തിയേറ്റർ റിയാക്ഷൻസ് ഒക്കെ കണ്ട് ഞാനും ഒരു സിനിമ കണ്ടു. ആ സിനിമയുടെ പേരാണ് സെയ്യാര. അപ്പോൾ എന്തിനാണ് ആൾക്കാർ ഇത്ര കരയണേ, എന്തിനാണ് ഇത്രയും വിഷമിക്കണേ, എന്തിനാണ് ഇത്ര നെഞ്ചത്തടിച്ച് ഏങ്ങിലടിച്ച് കരയാനുള്ള ഒരു സംഭവം ആ സിനിമയിലുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ സിനിമ കണ്ടത്. സത്യം പറഞ്ഞാൽ ആ സിനിമ കണ്ടിട്ട് ഞാനും കരഞ്ഞു പോയി. കാരണം അതിൽ കരയാനുള്ള കുറേ ഫാക്ടേഴ്സ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഈ സിനിമ എന്താണ് തീരാത്തത്, എന്നിത് തീരും, ഇതിന്റെ കഥ എവിടേക്കാണ് പോണേ, ഇത് കണ്ട് ഭ്രാന്ത് പിടിക്കുന്നു എന്നൊക്കെ ആലോചിച്ചിട്ടാണ് എനിക്ക് കരച്ചിൽ വന്നത് സത്യം പറഞ്ഞാല്. അപ്പോ സിനിമ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിന്നൊരു 10 മിനിറ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ലോണം ബോറടിച്ചു. ഓക്കെ, ലാസ്റ്റ് സ്കിപ്പ് ചെയ്ത് അവർ ഒരുമിക്കോ, അവർ മരിച്ചു, എന്നാണ് സംഭവിക്കണത്, ഇത് ട്രാജഡി ആണോ കോമഡി ആണോ? ഞാൻ വിചാരിച്ചു ട്രാജഡിയാണ്, കാരണം എല്ലാവരും ഇരുന്ന് കരയാണല്ലോ. പക്ഷേ അവസാനം എത്തിയപ്പോൾ ഞാനൊരു സീൻ കണ്ടു. അവര് രണ്ടാളും മരിക്കുന്നില്ല, അവർ രണ്ടാളും ഉമ്മ വയ്ക്കുന്നു, കെട്ടിപ്പിടിക്കുന്ന എന്തായിരുന്നു ലാസ്റ്റ് സീൻ. അപ്പൊ ഞാൻ വിചാരിച്ചു, ഓ മൈ ഗോഡ്, കുഴപ്പമില്ല, ഒന്നെങ്കിൽ അവര് മരിച്ചിട്ട് സ്വർഗത്തിൽ പോയിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ അവർ മരിക്കാണ്ട് ഉമ്മ വയ്ക്കുന്നതായിരിക്കും എന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, എന്തിനാണ് ഇത്രയും, വൈ ഡിഡ് പീപ്പിൾ ക്രൈ എ ലോട്ട് എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ തിരിച്ചു പോയി. ഒന്നുകൂടെയും ഞാനത് സ്കിപ്പ് ചെയ്തെടുത്തുനിന്ന് ഒന്നുകൂടെയും കാണാൻ തുടങ്ങി. ആൻഡ് ലിറ്ററലി ഗൈസ്, കണ്ട് ഒരു മോർ ദൻ ഹാഫ് ഒക്കെ എത്തിയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം ഒരു രക്ഷയില്ലാത്തൊരു പടം. എന്താണത്? എനിക്കറിയാം ഇത് തിയേറ്ററിലിരുന്ന് കരഞ്ഞതെല്ലാം മോസ്റ്റ്ലി അതൊരു PR വർക്കായിരുന്നു. ബസൻ്റായിട്ട് PR വർക്ക് ചെയ്യായിരുന്നു. കാരണം അത്രയും ഒരു വളരെ മോശപ്പെട്ടൊരു, ഭയങ്കര ബോറായിട്ടുള്ള ഒരു സിനിമയായിരുന്നു സെയ്യാര. ആക്ട്രസ് വാസ് ഗുഡ്, പക്ഷെ ആക്ടർ നെപ്പോ കിഡാണ്. ആള് എനിക്ക് ഭയങ്കര ഓവറായിട്ട് ചളമാക്കുന്ന പോലെ തോന്നി. അർജുൻ റെഡ്ഡിയുടെയും അതുപോലെ ആഷിക്കി 2 ആളുടെയൊക്കെ ഒരു അവരിലുണ്ടായൊരു പുത്രനെ പോലെയായിരുന്നു. പക്ഷെ കുറെ കൂടി ഹൈപ്പറായി, കുറെ കൂടി ഓവർ എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരാളായിരുന്നു അതിലെ ഹീറോ. എനിവേ, കാണുന്നുണ്ടായിരുന്നു, കണ്ടു, കിട്ടി, ബോധിച്ചു. ഇറ്റ് വാസ് എൻ അമേസിങ് മൂവി. കാണാത്തവരുണ്ടെങ്കിൽ OTT റിലീസായിട്ടുണ്ട്, നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്. സച്ച് എ ബ്യൂട്ടിഫുൾ മൂവി, അമേസിങ് മൂവി. താങ്ക്സ് ഫോർ വാച്ചിങ് ഹെലൻ റിയാക്ട്സ്. താങ്ക് യു.